ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ചേച്ചി, ഞാൻ അല്പം മനസമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അത് നശിക്കാൻ പാടില്ല. അഭിയെയും അഞ്ജിതയും ചേച്ചി വിളിച്ചോ, പക്ഷേ അഞ്ജിതയെ ചേച്ചി കൺട്രോൾ ചെയ്യണം. ഉം. ആഹാ, 4 ദിവസത്തെ ടൂർ പാക്കേജ്. ഡേ 2 ഡേ 4. ഓക്കെ, കൊള്ളാം. ഇത് നല്ലൊരു പാക്കേജ് ആണല്ലോ. കല്യാണം കഴിഞ്ഞ ഹണിമൂണിനായി ഇതുവരെ ഒരിടത്തേക്കും പോയിട്ടില്ല. ഈ പാക്കേജ് യൂസ് ചെയ്താലോ? 4 ഡേ ടൂർ പാക്കേജ് ഫോർ 2 കപ്പിൾസ്. അങ്ങനെയാണെങ്കിൽ ഈ പാക്കേജില് ദേവി ചേച്ചി സിദ്ധുവേട്ടനെയും കൂടെ കൊണ്ടുപോകാമല്ലോ. ഋഷിയോട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ചേച്ചിയോട് തന്നെ സംസാരിക്കാം. ചേച്ചി, എന്താ ഗോപു? ചേച്ചി ഇത് കണ്ടില്ലേ? 4 ഡേ ടൂർ പാക്കേജ് ഫോർ 2 കപ്പിൾസ്. ദേ നോക്കി, ഇത് അടിപൊളിയല്ലേ ചേച്ചി? നീ ഇതെന്താ എന്നെ കാണിക്കുന്നേ? ചേച്ചി, കല്യാണം കഴിഞ്ഞ് ഹണിമൂണിനായി നമ്മൾ ഇതുവരെ ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ലല്ലോ. ഈ പാക്കേജ് കണ്ടപ്പോ എനിക്ക് തോന്നി നമുക്ക് ഇത് ഉപയോഗിച്ച് ഒന്ന് കറങ്ങി വന്നാലോന്ന്. ഞാനും ഋഷിയും ചേച്ചിയും സിദ്ധുവേട്ടനും. അടിപൊളിയായിരിക്കില്ലേ? സോറി ഗോപു, ഇതൊന്നും നടക്കില്ല. ഓഫീസിൽ ജോയിൻ ചെയ്തിട്ട് അധിക ദിവസമായിട്ടില്ല. അതിനു മുന്നേ 3-4 ദിവസം ലീവ് എടുക്കാന്ന് വെച്ചാ അത് മോശാണ്. ചേച്ചി, അത് മാത്രല്ല, ഇപ്പൊ എന്റെ പ്രധാന ലക്ഷ്യം കുട്ടനെ കൊല്ലാൻ ശ്രമിച്ചവരെ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്ര. ചേച്ചി, അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പിനെ കുറിച്ച് ഞാനും ആലോചിച്ചത്. മനസ്സിലായില്ല? സിദ്ധുവേട്ടന്റെ ശത്രു ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്നല്ലേ ചേച്ചി പറഞ്ഞത്? അപ്പോ കുറച്ചു ദിവസം മാറി നിന്നാ അത് സിദ്ധുവേട്ടന് നല്ലതല്ലേ? ഈ 4 ദിവസം നമുക്ക് ശത്രുക്കളെ പേടിക്കണ്ടല്ലോ. ഒപ്പം നമുക്ക് ആലോചിക്കാൻ സാവകാശവും കിട്ടും. ചേച്ചി, ഞാൻ പറഞ്ഞ നല്ല ഐഡിയ അല്ലേ? ഒരു കണക്കിന് നീ പറഞ്ഞത് ശരിയാ. 3-4 ദിവസം മാറി നിൽക്കുന്നത് നല്ലത് തന്നെയാ. കുട്ടനോടൊപ്പം യാത്ര പോകുന്നത് സന്തോഷാ. പക്ഷേ നമ്മൾ 4 പേരും മാത്രം പോയാൽ ശരിയാവില്ല. അഞ്ജിതയും അഭിഷേകിനെയും കൂടി നമുക്കൊപ്പം കൊണ്ടുപോകണം. അവരോട് വരട്ടെ ഗോപു. ഓ, അഞ്ജിത വന്ന ഈ ഹണിമൂൺ ട്രിപ്പിന്റെ എല്ലാ സുഖവും നഷ്ടപ്പെടും. ചേച്ചിക്ക് അറിയാലോ, ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നത്തിന്റെ ആണിക്കല്ല് അവളാ അഞ്ജിത. അങ്ങനെയുള്ള അവളെ തന്നെ നമ്മൾ കൂടെ കൊണ്ടുപോകണോ? അതൊന്നും കാര്യാക്കണ്ട. നമ്മൾ ട്രിപ്പിന് പോകുമ്പോ അവരെ ഒഴിവാക്കുന്നത് മര്യാദയല്ല, മോശാണ്. അവരെന്ത് കരുതും? എന്ത് തന്നെ ആയാലും അഞ്ജിത നമ്മുടെ സഹോദരിയല്ലേ ഗോപു? അത് നമ്മൾ മറക്കാൻ പാടുണ്ടോ? അവളുടെ അവിവേകത്തിന് അവൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അത് നമ്മൾ ഗവനിക്കാതിരുന്നാ മതി. ഏതായാലും ട്രിപ്പ് പോകുമ്പോ അവരെയും കൂടി കൂട്ടണം. കൂട്ടിയേ പറ്റൂ. ചേച്ചി മാത്രമാണ് അവളെ സഹോദരിയായിട്ട് കാണുന്നത്. ഞാൻ അവളെ ശത്രുവായിട്ടാ കാണുന്നത്. ഗോപു, ഞാൻ പറയുന്നത് നീ അനുസരിക്കുമെങ്കിൽ മാത്രമേ ഞാൻ ഈ ടൂറിന് വരുന്നുള്ളൂ. എന്തായാലും അഭിഷേകിനെയും അഞ്ജിതയും ഞാൻ ടൂറിന് വിളിക്കും. അവര് വരട്ടെ. അവരോടെ ഉള്ളപ്പോ നല്ല രസമായിരിക്കും. ചേച്ചി, ഞാൻ അല്പം മനസമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അത് നശിക്കാൻ പാടില്ല. അഭിയെയും അഞ്ജിതയും ചേച്ചി വിളിച്ചോ, പക്ഷേ അഞ്ജിതയെ ചേച്ചി കൺട്രോൾ ചെയ്യണം. ആ ഉത്തരവാദിത്തം ചേച്ചി ഏറ്റെടുക്കണം. അത് ഞാൻ ഏറ്റെടുത്തോളാം. അതുപോലെ അനീഷേട്ടാ, ചായ. അനീഷേട്ടാ. എന്താടി? അതെ അനീഷേട്ടാ, അടുത്ത ആഴ്ച നമ്മുടെ സുമയുടെ വിവാഹം. ഏത് സുമ? ഏത് സുമയെന്നോ? ഞാനൊന്ന് പറഞ്ഞല്ലേ, ആറ്റിങ്ങലുള്ള അയ്യപ്പ മാമന്റെ മോള്. ഓ, ആ സുമ. അത് നിന്റെ വകയിലമ്മാവന്റെ മോളല്ലേ? അയ്യടാ,
വകയിലെ അമ്മാവന്റെ മോളോ? അവരെ എന്റെ അടുത്ത ബന്ധുവാ. എന്റെ അമ്മയുടെ, കുഞ്ഞമ്മയുടെ, നാത്തൂന്റെ മതി അനിയത്തിയുടെ- മതി 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 ബന്ധമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ എന്താ വിഷയം? ആ കല്യാണത്തിന് മറക്കാതെ നമുക്ക് രണ്ടുപേർക്കും പോണം. അതിനെന്താ പോവാലോ? അങ്ങനെ വെറും കൈയും വീശി പോകാനൊന്നും പറ്റില്ല. കുറച്ച് പണച്ചെലവൊക്കെ ഉണ്ട്. പണച്ചെലവോ? അതെ, ഒരു 10-15,000 രൂപ വേണം. 15,000 രൂപയോ? അതെന്താടി? നമ്മുടെ കല്യാണത്തിന് മാമൻ 10,000 രൂപയാ സംഭാവനയായിട്ട് തന്നത്. അപ്പോ ആ തുകയെങ്കിലും തിരികെ നമ്മളെ സംഭാവനയായിട്ട് സുമയ്ക്ക് കൊടുക്കണ്ടേ? അത് കൊള്ളാലോ. എടി, നിന്റെ മാമൻ 10,000 രൂപ എന്നത് നിനക്കല്ലേ, എനിക്കല്ലല്ലോ. ദേ അനീഷേട്ടാ, എന്നെ കൊണ്ട് വെറുതെ ഓരോന്ന് പറയിപ്പിക്കല്ലേ കേട്ടോ. സുമയ്ക്ക് 10,000 സംഭാവന കൊടുക്കാൻ എനിക്ക് എന്ത് വരുമാനം ഇവിടെ ഉള്ളത്? വരുമാനം അനീഷേട്ടനല്ലേ ഇവിടെ ഉള്ളേ. അപ്പൊ അനീഷേട്ടനല്ലേ അതെനിക്ക് തരാനുള്ളേ. അനീഷേട്ടന് ജോലിയൊന്നും ഇല്ലായിരുന്നെങ്കിലേ ഞാൻ നിർബന്ധിക്കില്ലായിരുന്നു. പക്ഷെ അനീഷേട്ടന് ഇപ്പൊ ജോലി ഉണ്ടല്ലോ. ഓ, അത് ശരി. എടി, 10 രൂപ സംഭാവന, ബാക്കി 5,000 അതെന്തിനാ? 5,000 തികയില്ല, എങ്കിലും 5,000 ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. എടി, ഇത് എന്തിനാണെന്ന് ആദ്യം പറയേ. ഓ, ഒന്നും അറിയാത്ത പോലെ. കല്യാണത്തിന് പോണെങ്കിലേ പുതിയ ഡ്രസ്സ് എടുക്കണ്ടേ? ബ്യൂട്ടി പാർലറിൽ പോയി ഫേസ് ഒക്കെ ഒന്ന് ഫേഷ്യൽ ചെയ്യണം, പെഡിക്യൂറും മാനിക്യൂറും ചെയ്യണം. കുടുംബത്തിലെ പെണ്ണുങ്ങളെല്ലാം വരുന്നതല്ലേ, കോലം കെട്ട് പോവാൻ പറ്റൂ? ഓ, എന്റെ മഞ്ജു, ഇപ്പൊ ഈ 15,000 രൂപയൊന്നും എന്റെ കയ്യിലില്ല. നിനക്കറിയാലോ, ജോലിക്ക് കയറിയിട്ട് ദിവസങ്ങളിലേ ആയിട്ടുള്ളൂ. ശമ്പളം വാങ്ങണമെങ്കിൽ മാസം ഒന്ന് തികയണ്ടേ? അനീഷയുടെ ശമ്പളം വാങ്ങുന്നവരെ കല്യാണം മാറ്റി വെക്കാൻ പറ്റൂ? പിന്നെ പണത്തിന് പണം തന്നെ വേണ്ടേ? 15,000 രൂപ നിന്ന നിപ്പിൽ ഞാൻ എവിടെ ഉണ്ടായിക്കൊണ്ട് വരാനാ? ശമ്പളം വാങ്ങിയില്ലെങ്കിലും അഡ്വാൻസ് വാങ്ങാലോ. അഡ്വാൻസോ? ആ, കുറച്ചു രൂപ അഡ്വാൻസ് ആയിട്ട് ഓഫീസിൽ ചോദിക്കണം. അല്ല, ഓഫീസിൽ എന്തിനാ ചോദിക്കുന്നത്? അഭിഷേകിനോട് ചോദിച്ചാ പോരെ? ഏയ്, അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവാത്തത്? എടി, ജോലിക്ക് കയറി ഉടനെ ശമ്പളം മുൻകൂറായി ചോദിക്കാന്ന് വെച്ചാലേ അത് മോശമാ മഞ്ജു. മാത്രമല്ല, അത് നാണക്കേടാ. എന്ത് നാണക്കേട്? നാണക്കേട് വിചാരിച്ചിരുന്ന കാര്യം നടക്കോ? അതെ, നിങ്ങളുടെ സംസാരമൊക്കെ ഞാൻ കേട്ടു. മഞ്ജു പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അഭിഷേകിനോട് ചോദിച്ച അഡ്വാൻസ് വാങ്ങുന്നതില് എന്തിനാ അനീഷെ മാനക്കേട് വിചാരിക്കുന്നത്? അല്ലമ്മേ, അതൊരു മര്യാദയാണോ? നീ മര്യാദയും മര്യാദകേടും ഒക്കെ ചിന്തിച്ചോണ്ടിരുന്നു. നിനക്ക് അഭിഷേകിനോട് സംസാരിക്കാൻ മടിയാണെങ്കിലേ നീ സംസാരിക്കണ്ട. അഞ്ജിതയെ വിളിച്ച് ഞാൻ സംസാരിച്ചോളാം. വേണ്ട വേണ്ട, ആരും എടുത്തിയടി ഒന്നും ചെയ്യണ്ട. മാത്രമല്ല, അഞ്ജിതയോട് സംസാരിച്ചിട്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നുമില്ല. എന്റെ ജോലിക്ക് വേണ്ടി വായനക്കാത്തവളാ ഇനി അഡ്വാൻസിന് വേണ്ടി സംസാരിക്കാൻ പോകുന്നേ. വേണ്ടത് എന്താണെന്ന് വെച്ചാലേ ഞാൻ അങ്ങ് ചെയ്തോളാം. ഇതാ പിടിക്ക്. എന്തായി ചേച്ചി, അഞ്ജിത എന്തു പറഞ്ഞു? ട്രിപ്പിന് വരാൻ അവൾ റെഡിയാണോ? ഓ, അവൾക്ക് നമ്മുടെ ഒപ്പം വരാൻ താല്പര്യമില്ലെന്ന്. ഓ,